കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും വന്ദനം. ഈ രാത്രിയിൽ ദൈവവചനം തുടർന്ന് നമുക്ക് ധ്യാനിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. Let us all now turn to the epistle of James chapter 5. യാക്കോബിൻ്റെ ലേഖനം 5-ാമത്തെ അധ്യായം. നമ്മളിന്ന് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുവാൻ പോകുന്നത്, our main focus will be verses 7 to 11. 7 മുതൽ 11 വരെയുള്ള വേദഭാഗമാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ ചിന്ത കേന്ദ്രീകരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. എന്നാൽ അതിൻ്റെ മുകളിലുള്ള ആ വേദഭാഗം ഒന്ന് വായിച്ച് വളരെ പെട്ടെന്ന് 1-2 കാര്യങ്ങൾ ആ വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ട് പ്രധാനമായിട്ട് 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. പ്രാരംഭമായിട്ട് ഇനീഷ്യലി ലെറ്റ് us look at verses 1 to 6, chapter 5, epistle of James, chapter 5, verses 1 to 6. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞ് മുറയിടുവിൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു. ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ. അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ച് പൊളച്ച് കൊലദിവസത്തിലെന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ നീതിമാനെ കുറ്റം വിധിച്ചു കൊന്നു. അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നതുമില്ല. Praise the Lord. യാക്കോബ് ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നതാകുന്ന ഒരു പ്രധാനപ്പെട്ടതാകുന്ന ഇഷ്യൂ, ദ സോഷ്യോ എക്കണോമിക് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദീസ് 2 ക്ലാസസ്. ഇറ്റ് വാസ് എസ്പെഷ്യലി അക്യൂട്ട് ഇൻ ദ ഫസ്റ്റ് സെഞ്ച്വറി. 1-ാം നൂറ്റാണ്ടിൽ ഈ 2 ക്ലാസ്സുകളിൽപ്പെട്ട 2 നിലകളിലുള്ളതാകുന്ന ആ 2 ഗ്രൂപ്പിൽപ്പെട്ട അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഉള്ളതാകുന്ന ആ 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ളതാകുന്ന ക്ലാഷ് 1-ാം നൂറ്റാണ്ടിൽ അത് ഒരുപക്ഷേ ഇന്നുള്ളതിനേക്കാൾ അധികം ഉണ്ടായിരിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. ആൻഡ് ജെയിംസ്, while he writes this epistle to the church, he reflects the situation there. ഈ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. The rich class of people are condemned by the Apostle James, not simply because they are wealthy. Rather, they are condemned for their sinful use of wealth. And I'll come to that. യാക്കോബ് ഈ ലേഖനം എഴുതുമ്പോൾ, പ്രത്യേകിച്ച് ഈ വേദഭാഗം, ഇത് സഭയ്ക്കുള്ള ലേഖനമാണെങ്കിലും സത്യത്തിൽ ഇത് യാക്കോബ് എഴുതുമ്പോൾ സഭയുടെ ഉള്ളിലുള്ള വെൽത്തിയെക്കുറിച്ചല്ല, വെൽത്തി ക്ലാസ് ഓഫ് പീപ്പിൾ, അവരെക്കുറിച്ചല്ല യാക്കോബ് പറയുന്നതെന്ന് വ്യക്തമാണ്. അതിനെക്കുറിച്ച് ഞാൻ വളരെ പെട്ടെന്ന് പറയാം. Even in the Old Testament, this class of people was frequently criticized by the prophets. അത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. And especially with the background of the Roman world, the Greco-Roman world, there were a class of people who were greedily acquiring all the lands of the poor people, and they were in fact torturing them, persecuting them. ഇത് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാന പ്രശ്നമായിരുന്നു. അതിനെക്കുറിച്ച്, അതായത് സാധുക്കളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന, റിച്ച്
ആൻഡ് വെൽതി ക്ലാസ് ഓഫ് പീപ്പിൾ, അത് ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. അതിൻ്റെ റിഫ്ലക്ഷൻ സഭയിലുമുണ്ട്. അതുകൊണ്ടാണ് ഇഫ് യു വിൽ എനിവേ ആദ്യമേ ഞാനത് പറയട്ടെ. James is not addressing a class of or a wealthy class of people within the church. Rather, he is speaking about a class of people outside the church, and why it is important. I will explain that. എന്തുകൊണ്ടാണ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ സഭയ്ക്ക് പുറത്തുള്ളതാകുന്ന ഒരു ഗ്രൂപ്പിനെ ക്രിട്ടിസൈസ് ചെയ്ത് യാക്കോബ് പറയുന്നത്? അതിനെക്കുറിച്ച് ഞാൻ വളരെ പെട്ടെന്ന് പറയാം. എന്നാൽ അതിൻ്റെ 2-ാമത്തെ അധ്യായം, when you turn to chapter 2 and verse 6. നിങ്ങളോ ദരിദ്രനെ അപമാനിച്ചിരിക്കുന്നു, ധനവാന്മാരല്ലയോ നിങ്ങളെ പീഡിപ്പിക്കുന്നത്. നോക്കുക, അവിടെ ഫേവറിറ്റിസത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടതാണ് ആ വിഷയം. അവിടെ പറയുന്നത് ധനവാന്മാർ അല്ലയോ നിങ്ങളെ പീഡിപ്പിക്കുന്നത്. അടുത്തത്, അവർ അല്ലയോ നിങ്ങളെ ന്യായസ്ഥാനങ്ങളിലേക്ക് ഇഴച്ചു കൊണ്ടുപോകുന്നത്. So it is very clear. James is not talking about a group of or a class of people within the church. Rather, he is talking about a class of greedy, wealthy people who are outside the church. That is very clear. If you apply these verses to all wealthy people, then I would submit that it would be a misreading of the text. അതായത് ഈ വേദഭാഗം എല്ലാ ധനികരെയും അഡ്രസ്സ് ചെയ്യുന്ന ഒന്നല്ല. അങ്ങനെയാണെങ്കിൽ ഈ വേദഭാഗം നിശ്ചയമായിട്ടും അത് വേണ്ട നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ജെയിംസ് ഈസ് കണ്ടമിങ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ആൻഡ് when James says these people are condemned, they are destined for destruction, he explains why they are condemned. ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവിൻ. സോ ജെയിംസ് അവിടെ പറയുന്നത് ഒരു വലിയ ദുരിതം അവരുടെ മേൽ വരികയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ളത് താൻ അവിടെ പറയുന്നു. ഒന്നാമത്തെ വിഷയം, അതിൻ്റെ 2-3 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, they have selfishly accumulated wealth. That is the number one reason. Verses 2 to 3. Verse 4, they have defrauded their workers. അതായത് നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചു വെക്കുന്നല്ലോ, അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. നമുക്കറിയാം. And verse 5, they follow a self-indulgent lifestyle. മൂന്നാമത്തെ കാര്യമായിട്ട് യാക്കോബ് പറയുകയാണ്, നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ച് പുളച്ച് കൊല ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ, the self-indulgence of their riches. And fourthly, verse 6, they oppress the righteous. നീതിമാന്മാരെ നീതിമാനെ അവർ കുറ്റം വിധിച്ച് കൊന്നു. അവൻ നിങ്ങളോട് മറുത്തു നിൽക്കുന്നുമില്ല. Now, why does James addresses, or why does James condemns, or why does he preach a message of condemnation of non-Christians in a letter addressed to the church? സഭയ്ക്കെഴുതിയതാകുന്ന ഒരു ലേഖനത്തിൽ
അക്രൈസ്തവരായിട്ടുള്ള ഈ ധനവാന്മാരെ കുറിച്ച് യാക്കോബ് എന്തിനാണ് പറയുന്നത്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദാറ്റ് ടെക്സ്റ്റ്? അത് പെട്ടെന്നൊന്ന് പറഞ്ഞ് അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോകാനായിട്ട് താല്പര്യപ്പെടുക. ഒന്നാമതായിട്ട്, as I already said, this is the usual way of the prophets in the Old Testament. സമയമില്ല, നിങ്ങൾ വീട്ടിൽ പോയി ആ ഭാഗം ശ്രദ്ധിച്ച് നോക്കണം. For example, this is one example. Book of Ezekiel chapter 29. ആ എഹെസ്കേലിൻ്റെ പ്രവചനം 29-ാമത്തെ വാക്യത്തിൽ the prophet Ezekiel or the prophet Ezekiel, he condemns or he gives a message to King Pharaoh in the hearing of God's people, so that they will know that Pharaoh will not have the last word. So that is the purpose. So അതായത് പ്രോഫറ്റ് എസക്കിയേൽ ഒരു ഇല്ലസ്ട്രേഷൻ പറഞ്ഞാൽ 29-ാമത്തെ അധ്യായത്തിൽ ഫറവോയ്ക്കെതിരെ ഉള്ളതാകുന്ന ഒരു സന്ദേശം കൊടുക്കുകയാണ്. ആ സന്ദേശം കൊടുക്കുന്നത് it is in the hearing of God's people. He let, or the primary audience of that message, although the message is addressed to Pharaoh, the audience are God's people. Why? Because God's people will know that Pharaoh will not have the last word. That's the purpose. അതാ എൻ്റെ പർപ്പസ്. അതായത് ഫറവോൻ അത്ര ശക്തിമത്താകുന്ന ആ രാജാവല്ല അവസാനത്തെ വാക്ക് ദൈവമാണ് എന്നുള്ള മെസ്സേജ് ദൈവജനത്തിന് കൊടുക്കാൻ വേണ്ടി പ്രോഫറ്റ് എസക്കിയേൽ makes a message of denunciation of the king Pharaoh in the hearing of God's people. This is the purpose, okay? And our Lord Jesus Christ, while he was talking, he used to condemn, or he used to call upon curses upon certain cities. And he uses the same mechanism there. For example, നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവും ഇതേ നിലയിൽ അനേക പട്ടണങ്ങളെ അവരുടെ മേൽ വരുവാൻ പോകുന്ന ദൈവിക ന്യായവിധിയെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം, Matthew's Gospel chapter 11 verse 20 following, and also Luke's Gospel chapter 10 and verse 13 following. ഈ വേദഭാഗങ്ങളെല്ലാം തന്നെ what is the purpose? What purpose does it serve when Christ denounces all these cities? ഈ പട്ടണങ്ങളെയെല്ലാം കർത്താവ് കണ്ടം ചെയ്യുമ്പോൾ അതിൻ്റെ പർപ്പസ് എന്താ? അതിൻ്റെ പർപ്പസ് ഇത്രയേ ഉള്ളൂ. The disciples, when they hear it, they might learn that those who are opposing Christ's kingdom will finally be overthrown. That's the message. അതായത് കർത്താവ് ശിഷ്യന്മാരുടെ കേൾവിയിൽ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ശിഷ്യന്മാരത് കേൾക്കുമ്പോൾ ഒരു കാര്യം അവർ മനസ്സിലാക്കും: ക്രിസ്തുവിൻ്റെ രാജ്യത്തോട് എതിർത്ത് നിൽക്കുന്ന എല്ലാ എതിരികളും they will be overthrown ultimately. അവര് നിശ്ചയമായിട്ടും അവരെ ന്യായം വിധിക്കും എന്നുള്ള മെസ്സേജ് ശിഷ്യന്മാർ കേൾക്കുവാനാണ് കർത്താവ് അത് പറയുന്നത്. നമ്മൾ ആ ഭാഗമെല്ലാം ശ്രദ്ധിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ യാക്കോബ് പറയുന്ന ഈ കാര്യവും അതേ ഉദ്ദേശത്തിലാണ്. അതുകൊണ്ടാണ് പുറത്തുള്ളതാകുന്ന ആ ഒപ്രസിങ് ക്രൂവൽ റിച്ച് പീപ്പിളിനെ, ആ റിച്ച് ക്ലാസ് ഓഫ് പീപ്പിൾ സൊസൈറ്റിയിൽ ഈ ദുഷ്ടതയെല്ലാം ചെയ്യുന്ന അവരെ കണ്ടം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം
ഒന്നാമത്, James has a regard to the faithful that they, hearing of the miserable end of the rich, might not envy their fortune. This is one of the purposes of James writing this passage. അതായത് വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന വിശുദ്ധന്മാർ വളരെ അനീതിയോടെ ജീവിക്കുകയും ധനവാന്മാരായി സുഖിച്ച് ജീവിക്കുകയും ചെയ്യുന്ന സകലരെയും അവരുടെ അന്ത്യം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ the faithful people of God will not envy the fortune of the wicked people. That's the purpose. അതായത് ഇത് തന്നെയല്ലേ ഒരിക്കൽ നമ്മൾ പഴയ നിയമത്തിൽ സങ്കീർത്തന പുസ്തകത്തിൽ വായിക്കുന്നത്. ദുഷ്ടന്മാരുടെ സൗഖ്യമൊക്കെ കണ്ടിട്ട് എനിക്കെന്തോ തോന്നിയെന്നാണ് പറഞ്ഞേ, അസൂയ തോന്നി. പക്ഷേ അങ്ങനെ അസൂയ തോന്നിയപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് ചെന്നു. അവിടെ ചെന്ന് ആ റൈറ്റ് പെർസ്പെക്റ്റീവിൽ കാര്യങ്ങൾ കണ്ടപ്പോൾ എന്താ പറയുന്നത്? നിശ്ചയമായും നീ അവരെ നോക്കണം. ആദ്യം അസൂയ തോന്നി, പക്ഷെങ്കിൽ when he understood what is going to come on the wicked people, they may be rich and powerful, but what is the end of them? We may not envy their fortune. പ്രിയപ്പെട്ടവരെ, ദൈവമക്കൾ ഒരിക്കലും ലോകത്തിലുള്ള വിക്കഡായിട്ടുള്ള ധനികന്മാരുടെ അഭിവൃദ്ധി കണ്ട് എനിക്കതുണ്ടായിരുന്നേ കൊള്ളാമെന്നുള്ള ചിന്ത ദൈവജനത്തിനുണ്ടാകരുത്. യാക്കോബിൻ്റെ ലക്ഷ്യം അത് തന്നെയായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ദാറ്റ് ഈസ് ദ പർപ്പസ്. അതായിരുന്നു പർപ്പസ്. രണ്ടാമത്തെ വിഷയം, ദാറ്റ് നോവിങ് ദാറ്റ് God would be the avenger of the wrongs they suffered, they might with a calm and resigned mind bear them. രണ്ടാമത്തെ പർപ്പസ്, അത് നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിൽ കണ്ടല്ലോ, 6-ാം വാക്യത്തിൽ, ധനവാന്മാർ അല്ലയോ നിങ്ങളെ പീഡിപ്പിക്കുന്നത്, അവർ അല്ലയോ നിങ്ങളെ ന്യായസ്ഥാനങ്ങളിലേക്ക് ഇഴച്ചു കൊണ്ടുപോകുന്നത്, നിങ്ങളുടെ മേൽ വിളിച്ചിരിക്കുന്ന നല്ല നാമത്തെ അവർ അല്ലയോ ദുഷിക്കുന്നത്. 2-6-7 വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞേ. അപ്പോൾ അങ്ങനെ ഉപദ്രവം സഹിക്കുന്ന ഈ ദൈവജനത്തോട് യാക്കോബ് ഈ പാസേജിലൂടെ കൺവേ ചെയ്യുന്ന മെസ്സേജ് ഇതാണ്: whatever wrongs they have suffered at the hands of this wicked rich people, God will one day turn the tables. God will take care of that. So you don't have to retaliate. You don't have to give as you get. Rather, you fear God, serve Him faithfully. God will take care of the rest. This is the message. അതാണ് ആ സന്ദേശം അവിടെ നൽകുന്നത്. ഇവിടെ James is showing his readers the absolute folly of setting a high value on wealth. That is again a message. See, people of God shouldn't give disproportionate value to the riches of the world. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതേതാണ്ട് വലിയ കാര്യമെന്ന് പറഞ്ഞാണ് പുൾപിറ്റിൽ നിന്ന് പറയുന്നത്. ഇതാ നമ്മുടെ പ്രശ്നം. ഈ ദുരുപദേഷ്ടാക്കന്മാരുടെ ഏറ്റവും വലിയ ഹോൾമാർക്ക് ഓഫ് ഫോൾസ് ടീച്ചേഴ്സ് എന്നാണെന്നറിയോ?
ഞാൻ പെട്ടെന്നൊന്ന് കാണിക്കാം. ഞാൻ അടുത്ത വിഷയത്തിലേക്ക്, കാരണം ദാറ്റ് ഈസ് വെരി മച്ച്, ഇറ്റ് ഗിവ്സ് മീ സോ മച്ച് ജോയ് ടു ടോക്ക് അബൌട്ട് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ദ ലോർഡ്. അതാ നമ്മൾ അടുത്ത പാസേജിൽ ചിന്തിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എങ്കിലും ഞാൻ ഒരു നിമിഷം ഒന്ന് നിങ്ങളെ ഒന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഫസ്റ്റ് തിമത്തി അത് ഫസ്റ്റ് തിമത്തി ചാപ്റ്റർ 6. അവിടെ നിങ്ങളത് വീട്ടിൽ പോയി വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ വാട്ട് മസ്റ്റ് ബി അവർ ആറ്റിറ്റ്യൂഡ് ടു റിച്ചസ്, പോവർട്ടി, അതിനെക്കുറിച്ചെല്ലാം പോള് പറയുന്നുണ്ട്. അത് താഴോട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? റിച്ചസ് ഇൻ ഇറ്റ് സെൽഫ് ഈസ് നോ ഈവിൾ അറ്റ് ഓൾ. നോ. ഇൻഫാക്റ്റ് നമ്മൾ താഴോട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ 6-17 മുതൽ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ സകലവും നമുക്ക് ധാരാളം. അവിടുത്തെ പ്രശ്നം എന്താ? നിശ്ചയമില്ലാത്ത ധനത്തിലല്ല. സോ ദാറ്റ് ഈസ് ദ ഇഷ്യൂ. ബിക്കോസ് there are many rich people who slept in the evening as rich men, but they woke up in the morning as poor people. ഉദാഹരണങ്ങൾ വേണോ? റീഡ് ദ സ്റ്റോറി ഓഫ് വെനീസ്വല എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഒരു എക്കണോമിക് ക്രൈസിസിനെ കുറിച്ചൊന്ന് വായിച്ചു നോക്ക്. You will understand what I am telling you is the truth. ഒരു രാത്രി കടന്നുറങ്ങിയപ്പോൾ ധനികരായിരുന്നു, പിറ്റേ ദിവസം പാപ്പരായിട്ട് എഴുന്നേറ്റ്. This can happen to anybody, anywhere, anytime. അതുകൊണ്ട് പോളന പറയുന്നേ, നിശ്ചയമില്ലാത്ത ധനത്തിലല്ല, പിന്നെയോ നമുക്ക് ധാരാളം അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിൽ. സോ not in the gift, but trust in the giver. Trust in the giver. ഈ ഗിവറിനെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പരിഭവം പറയുകയല്ലോ കേട്ടോ. വചനം പറയാനെന്ന് പറഞ്ഞേച്ച് ഇല്ലായ്മയും വല്ലായ്മയും പറയുന്നത്, that is a contradiction. കാരണം you talk about the God of universe who is able to lead you, provide for you, അല്ലേ? and then you talk about നമ്മുടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഫോൾസ് ടീച്ചേഴ്സിൻ്റെ നമ്പർ 1 ലക്ഷണം എന്താണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ വി ഷുഡൻറ്റ്, നമ്മൾ ഗിഫ്റ്റിലല്ല ആശ്രയിക്കേണ്ടത്, പിന്നെ അല്ല ഗിവറില്ല. അതാണ് നിങ്ങൾ ആ ഭാഗം 6-ാം അധ്യായം വീട്ടിൽ പോയി വായിച്ചു നോക്കണം. വളരെ ക്ലിയറായിട്ട് അപ്പോൾ നിങ്ങൾ പറയും, എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ ഇങ്ങോട്ട് വന്ന് കാശുണ്ടാക്കാനല്ല. ലെറ്റ് ഇറ്റ് ബി വെരി ക്ലിയർ. നോ, I came here to give you something. നിങ്ങൾക്ക് എന്തെങ്കിലും തന്നേച്ചു പോകാനാണ് ഞാൻ വന്നത്. നോ. അതുകൊണ്ട് ആരും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാതിരിക്കാനാണ് ഞാൻ വളരെ പച്ചയായിട്ട് പറയുന്നത് കേട്ടോ. ബട്ട് ഡോണ്ട് തിങ്ക് ഐ ആം അറോഗൻറ്റ് ആൻഡ് പ്രൗഡ്. നോ. അറോഗൻസ് അല്ല പറയുന്നത്, ബട്ട് നിങ്ങളെ ഈ കാര്യം ഒന്ന് അവെയറാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. ഈ ദുരുപദേഷ്ടാക്കന്മാരുടെ ഏറ്റവും വലിയ ലക്ഷണം എന്നാണെന്നറിയോ? വായിച്ചോ. 1 തിമോത്തി 6-ാം അധ്യായം അതിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവൻ. അപ്പോൾ അവിടുത്തെ പ്രശ്നം എന്തുവാ? കർത്താവായ യേശുക്രിസ്തുവിന്റെ പഥ്യവചനം, sound doctrine, sound instruction of our Lord Jesus Christ. പിന്നെ അത് ഭക്തിക്കൊത്ത ഉപദേശ. സോ പഥ്യവചനം ഉപദേശിച്ചാൽ എന്തോ പറ്റുമെന്നറിയോ? It will lead to godliness. It should. That's the aim.
when you teach the word, that is the aim, that should be the aim. Nothing, no other motive at all. ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യഥാ ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് അഹങ്കരിച്ചിരിക്കുന്നു. എന്നിട്ട് അതിന്റെ 5ന്റെ ലാസ്റ്റ് പാട്ടൊന്ന് വായിച്ചേ. അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. അന്യത ഉപദേശിക്കുന്നവന്റെ നമ്പർ 1 ലക്ഷണം എന്താണെന്നറിയാമോ? ആദായ സൂത്രം. false teacher, false. He is a false teacher. ദൈവമക്കൾ മനസ്സിലാക്കണം. ഞാനെന്തിനാ ഇത് പച്ചയ്ക്ക് വിളിച്ചു പറയുന്നേ? ടു എക്വിപ്പ് യു. പക്ഷേ പ്രശ്നം എവിടാന്നറിയോ? പണ്ട് ഒരു കർത്താവിൻ്റെ ദാസൻ പറഞ്ഞൊരു ഇലിസ്ട്രേഷൻ ഞാനങ്ങ് പറയുക. അദ്ദേഹം പറഞ്ഞ ഒരു ഇലിസ്ട്രേഷൻ ഇതാ. അദ്ദേഹം ഈ ഇടുക്കിയിലാണ് അദ്ദേഹത്തിൻ്റെ ജന്മദേശം. അപ്പോൾ ഈ മലയൊക്കെയുള്ള റോഡുകളാണ്. അപ്പോൾ അവിടുത്തെ ആ സമയത്തെ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ജീപ്പാണ്. ഈ വേനൽക്കാലമൊക്കെ ആകുമ്പോൾ ഈ ഇലയെല്ലാം ഇങ്ങനെ പൊഴിഞ്ഞ് വഴി കിടക്കും. അപ്പോൾ ഒരു ജീപ്പ് ആളെയും കയറ്റിക്കൊണ്ട് അങ്ങോട്ട് പോകും. കുറേ ഇലയെല്ലാം കൂടി ഇതിൻ്റെ പുറകെ അങ്ങോട്ട് പറക്കും. അടുത്ത ജീപ്പ് അവിടുന്ന് ഇങ്ങോട്ട് വരും. ഈ ഇലയെല്ലാം കൂടെ തിരിച്ച് ഇങ്ങോട്ട് പറക്കും. മനസ്സിലായോ? ഇത് ഞാനിപ്പോൾ ഉറപ്പിച്ച് പറയുന്നതിനെന്നറിയോ? ഇനിയും വേറെ ഏതെങ്കിലും ജീപ്പ് വന്ന് കാറ്റ് ആ വഴിക്ക് അടിച്ചാൽ അങ്ങോട്ട് പറക്കാതിരിക്കാൻ വേണ്ടിയിട്ടായി പറയുന്നത്. ഉറച്ചു നിന്നോണം. മനസ്സിലായോ കാര്യം? So, you should be established in the word. Should know who is a false teacher, who is not a false teacher. Okay, now, അപ്പോൾ യാക്കോബ് ഈ കാര്യം പറയുന്നത് എന്തുകൊണ്ടാണ് പറയുന്നത്? So that people of God shouldn't give disproportionate value to worldly riches. അതാ ഉദ്ദേശം. And they might not envy the wicked people of their fortune. അവരുടെ ധനസമൃദ്ധി കണ്ട് അതിനെക്കുറിച്ച് അസൂയോട് വിചാരിക്കുകയും വേണ്ട. കാരണം അവർക്ക് വരാൻ പോകുന്ന അങ്ങനെയുള്ളവരുടെ wicked rich people. Okay? That's the purpose of James writing this passage about the rich wicked people who are outside of the church. But James is writing this to the church. Okay? അതാണ് അതിൻ്റെ ഉദ്ദേശം. എനിക്ക് തോന്നുന്നത് ആ കാര്യം നിങ്ങൾക്കത് ഗ്രഹിച്ചു എന്ന് ഞാൻ കരുതട്ടെ. സോ നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് വളരെ പെട്ടെന്ന് വരികയാണ്. അതിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പിൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ. നിങ്ങളും ദീർഘക്ഷമയോടിരിപ്പിൻ. നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ. കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുവന്റെ നേരെ ഒരുവൻ പിറുപിറുക്കരുത്. ഇതാ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. സഹോദരന്മാരെ, കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചുകൊള്ളുവിൻ. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. ഇയ്യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവുമുള്ളവനല്ലോ. And now we have seen in the previous passage, verses 1 to 6, that these rich people, James has made very clear, while prospering in this life, face a certain prospect of condemnation on the day of judgment, the day of slaughter. That's what he says in verse 5. And because of that prospect, believers who suffer at the hands of the rich, when you compare chapter 2 and verse 6 and 7, they should be patient until the Lord's coming. അതാ പറയുന്നത്. സോ ഈ കാര്യം യാക്കോബ് പറയുമ്പോൾ ആ ദുഷ്ടരായിട്ടുള്ള
ധനികന്മാരുടെ മേൽ വരുന്ന ശിക്ഷാവിധിയെക്കുറിച്ച് ഒരു ഡേ ഓഫ് ജഡ്ജ്മെൻ്റ് ഉണ്ട്, ഒരു ന്യായവിധിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ 2:6-7 വാക്യങ്ങളിൽ നമ്മൾ കണ്ടു, അവരാണ് ഇവരെ ഒപ്രസ് ചെയ്യുന്നത്, അവരാണ് ഇവരെ ന്യായാധിപ സംഘത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത്. 2:6-7. ഓക്കെ, അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ against that backdrop, James is exhorting his people to be patient until the Lord's coming. So, the response of believers when they are suffering so many injustice, be it from any quarter, എവിടെ നിന്നും ആകട്ടെ, when we suffer injustice, we should be governed by our understanding of the sovereignty of God. Why? Because the next thing on the Lord's calendar is the return of the Lord himself. That is the reason. എന്തുകൊണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ യാക്കോബ് ഈ 1-ാം നൂറ്റാണ്ടിലുള്ള വിശുദ്ധന്മാർക്ക് ആ പ്രത്യേക പശ്ചാത്തലത്തിൽ they are oppressed by the wicked and rich people, യാക്കോബിനോട് പറയുക, don't worry, think about the Lord who is in control of everything, and that's how you should respond to your life situation. And then the next thing that is imminent is the return of our Lord Jesus Christ himself. അതുകൊണ്ട് verse 7, സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ എന്നാൽ സഹോദരന്മാരെ അല്ലേ, be patient then. So that is the word that connects with the previous passage, അല്ലേ? Be patient then. എന്നാൽ സഹോദരന്മാരെ, അപ്പോൾ അത് കണക്ട് ചെയ്യുക. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പീൻ, നിങ്ങളും ദീർഘക്ഷമയോടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ, കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. So, James urges this first century believers to be patient in the view of the fact that the Lord is coming back. So, തൻ്റെ ആ എക്സോട്ടേഷൻ, തൻ്റെ ആ പ്രബോധനം പ്രധാനമായിട്ട് 2 കാര്യങ്ങളിലാണ് താൻ ഉറപ്പിക്കുന്നത്. എന്താണെന്നറിയാം, ഹി ബേസസ് ഹിസ് എക്സോട്ടേഷൻ on the patience and the spiritual firmness on the nearness of the Lord's coming. അപ്പോൾ കർത്താവിൻ്റെ വരവ് എന്നുള്ള ആ ഉപദേശത്തിലാണ് അപ്പോസ്തലനാകുന്ന യാക്കോബ് അവരുടെ ആ അവർ പേഷ്യൻ്റായിരിക്കണം, അവർ ഉറച്ചിരിക്കണം എന്നൊക്കെ പറയുന്നത് ഈ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിലാണ്. ഇനി ഒരു കാര്യം ഞാനൊന്ന് പറയാം. അപ്പോൾ എല്ലാവർക്കും ഉള്ളതാകുന്ന ഒരു സംശയമാണ്, 1-ാം നൂറ്റാണ്ട് മുതൽ ആരോ കഴിഞ്ഞിടയ്ക്ക് എന്നോട് പറഞ്ഞു, പിന്നെ ഏതാണ്ട് ഒരാളൊരു സഭയെ പ്രശ്നം ഉണ്ടാക്കിയപ്പം ആരോ പറഞ്ഞു, സഹോദര കർത്താവ് വരുമ്പം നമുക്ക് അങ്ങ് പോണേ. ഓ, ഇപ്പം ഇതോ നടക്കട്ടെ, കാരണം ഇത് പണ്ട് മുതലേ പറയാൻ തുടങ്ങി, എത്ര നാളുണ്ട് ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെയാണോ വചനം പഠിപ്പിക്കുന്നത്? എന്താ
എന്തുകൊണ്ടാണ് 1-ാം നൂറ്റാണ്ടിലും പറഞ്ഞു കർത്താവ് വരുവാൻ എന്താ നോക്കി അവിടെ എന്താ കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചില ക്രിട്ടിക്കൽ സ്കോളേഴ്സൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് ഇൻ ദ ഫസ്റ്റ് സെഞ്ച്വറി all these apostles believed that the Lord would come while they were still alive. In fact, we can see some verses which may give such an impression because they expected the Lord would come. But when you study further, it was not they knew that the Lord would come in their own lifetime. Rather, they were always expecting and living in the light of the Lord's coming always. By the way, that is how every saint, every child of God should live. Why I say? എന്തുകൊണ്ട് ഞാനത് പറയുന്നു? ആദിമ നൂറ്റാണ്ടിലെ വിശുദ്ധന്മാരെല്ലാം കർത്താവ് വരുന്നു എന്ന് പറയുമ്പോൾ അവർ അങ്ങനെ ചിന്തിച്ചു, ഞങ്ങളുടെ ജീവിതകാലത്ത് തന്നെ കർത്താവ് വരും എന്നുറപ്പായി അവർ വിശ്വസിച്ചു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പം കർത്താവ് വന്നില്ല, പിന്നെയും കാര്യങ്ങൾ അങ്ങോട്ട് പോസ്റ്റ്പോൺ ചെയ്ത് പോയി എന്ന് ചിലർ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. എന്നാൽ എന്താണ് അതിൻ്റെ അർത്ഥം? തീർച്ചയായിട്ടും ആ വിശുദ്ധന്മാരെല്ലാം കർത്താവിൻ്റെ വരവിനെ പ്രതീക്ഷിച്ചാണ് ജീവിച്ചത്, അല്ലേ? കാരണം അവരുടെ പ്രതീക്ഷ അതായിരുന്നു. എന്നാൽ തിങ്ക് അബൌട്ട് വൈൽ പോൾ പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം എന്ന് തെസ്സലോനിക്കർക്ക് എഴുതിയെങ്കിൽ 2 തിമത്തി എഴുതുമ്പോൾ പറയുകയാണ്, ഞാനിപ്പോൾ തന്നെ പാനീയാഗമായി എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നെന്ന്. സോ ഹൗ ഡു യു റിക്കൺസൈൽ? അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. പോൾ ലിവ്ഡ് എവറി ഡേ ആസ് ദോ ദ ലോർഡ് വുഡ് കം. That's how he lived every day of his life. And that's how every saint should live every day of his or her life. മനസ്സിലാകുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? ഞാൻ അല്പം ഒന്ന് വിശദീകരിക്കാം. ഇന്ന് ഈ കാര്യം മുഴുവൻ വിശദീകരിക്കാൻ സമയം കിട്ടിയില്ലല്ലോ. ഇറ്റ്സ് ഓൾ റൈറ്റ്. പറയാൻ പറ്റുന്നത് മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഈ യാക്കോബ് ഇത് തന്നെയാണ് പറയുന്നത്. യാക്കോബ് എന്താ പറയുന്നത്? കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. എന്താണ് കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു എന്ന് യാക്കോബും 1-ാം നൂറ്റാണ്ടിലെ ഈ വിശുദ്ധന്മാരൊക്കെ പറഞ്ഞപ്പോൾ സത്യത്തിൽ അവർ കർത്താവിൻ്റെ മടങ്ങിവരവിൻ്റെ സമയം പറയുകയായിരുന്നോ? അല്ല. പിന്നെന്താ അവരുദ്ദേശിച്ചത്? The nearness of the Lord's coming should be understood in the framework of salvation history. ഞാനൊന്ന് വിശദമാക്കാം. രക്ഷണ്യ വേലയുടെ അല്ലെങ്കിൽ രക്ഷാചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണം കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു എന്ന് 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർ എഴുതിയത്. എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ ആ ചരിത്രത്തോട് ബന്ധപ്പെടുത്തി വേണം ചിന്തിക്കാൻ. എന്താണ് ഞാൻ അർത്ഥമാക്കുന്നതെന്ന് ഇപ്പോൾ വിശദീകരിക്കാം. ഈ 1-ാം നൂറ്റാണ്ടിൽ, അതായത് പെന്തക്കോസ്ത് നാളിലെ ആ പ്രസംഗം തന്നെ എടുത്തു. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ എന്നറിയാമോ? അന്ത്യകാലത്ത്
ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. സോ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള ഒന്നാമത്തെ വരവും, when our Lord Jesus Christ, He took upon Himself our own flesh and blood, He shared our humanity and came down as a servant so that He may taste death on behalf of us. And the Bible says He was obedient until on the cross. There wasn't any point beyond that He could take His obedience to the Father. He was obedient, absolutely, completely. അപ്പോൾ കർത്താവിൻ്റെ ആ അനുസരണത്തിൽ, അവിടുത്തെ ഒന്നാമത്തെ വരവിൽ അവിടുന്ന് ജഡത്തിൽ വെളിപ്പെട്ട് ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വാഗ്ദത്തം ചെയ്തതുപോലെ സഭയിലേക്ക് വന്നതു മുതൽ എന്താരംഭിച്ചു? അന്ത്യകാലം. മനസ്സിലായോ? അതായത് അന്ത്യകാലമെന്ന് പറഞ്ഞാൽ ഈ പണ്ട് ഈ Y2K എന്നും പറഞ്ഞൊരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. പലരും അന്നൊക്കെ പറയുന്നത് കേട്ടു, ഇതാണ് അന്ത്യകാലം. അല്ല, വേദവസ്തം പഠിച്ചു നോക്ക്. അന്ത്യകാലമെന്ന് പറഞ്ഞാൽ പെന്തക്കോസ്ത് നാളിൽ തുടങ്ങിയ ആ കാലഘട്ടത്തിൻ്റെ പേരാണ് അന്ത്യകാലം. സോ when you think about, as the Bible says, as the New Testament writer says, that the coming of the Lord is at hand, we should place that in the context of the last days. Okay? അന്ത്യകാലം എന്നുള്ളതാകുന്ന പശ്ചാത്തലത്തിലാണ് കർത്താവിൻ്റെ വരവ് എന്ന വിഷയത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. Now, here is the crucial point. The length of this last days or the last age is unknown. Okay? അപ്പോൾ അന്ത്യകാലം എന്ന് ആരംഭിച്ചു? പരിശുദ്ധാത്മാവ് വന്നതോടുകൂടി ഈ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് യോവേൽ പ്രവാചകൻ പറഞ്ഞത് ഇപ്പം നടക്കുകയാണെന്നാണ് അന്ന് പത്രോസ് പറഞ്ഞത്. അന്ത്യകാലം തുടങ്ങി. പക്ഷെങ്കിൽ ഈ അന്ത്യകാലം അതിൻ്റെ അവസാനം എന്നാണെന്നും അതിനെത്ര ലെങ്ത് ഉണ്ടെന്നും അവർക്ക് ആർക്കും അറിയത്തില്ല. എന്തിനേറെ, ജീസസ് ഹിംസെൽഫ് സെഡ്, മാർക്സ് ഗോസ്പൽ 13:32 ഒന്ന് വായിച്ചോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്കാ. എന്തുകൊണ്ട് കർത്താവിന് അറിയത്തില്ലായിരുന്നെന്നൊക്കെ പറഞ്ഞ ചോദ്യം ഇപ്പോൾ അത് ഡീൽ ചെയ്യാൻ സമയമില്ല, അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. എന്നാൽ ആ വാക്യം ഒന്ന് വായിച്ചു. ആ നാളും നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. ആ കാലം എപ്പോൾ എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് സൂക്ഷിച്ചുകൊള്ളുവിൻ. സോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ what this means is that the return of Christ as the next event in the salvation historical timetable. Okay? So അതിൻ്റെ അർത്ഥം എന്താ? ഈ ലാസ്റ്റ് ഡേയ്സിൻ്റെ ലെങ്ത് എന്നുവരെ ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ല. സോ in any generation the coming of the Lord is for any child of God who lives in any generation. Okay? അപ്പോൾ right from the time of the early church to our own day, the coming of the Lord is near or it is imminent. അപ്പോൾ ഒന്നാം നൂറ്റാണ്ടിലിരുന്ന ആ സഭയോടുള്ള ബന്ധത്തിൽ തുടങ്ങി ഇന്നുവരെ
കാരണം ഈ ദിവസത്തെക്കുറിച്ച് പിതാവല്ലാതെ പുത്രനോ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. സോ ഇൻ അതർ വേർഡ്സ്, സാൽവേഷൻ ഹിസ്റ്ററിയിലെ ദ നെക്സ്റ്റ് തിങ് ഓൺ ദ ലോർഡ്സ് കലണ്ടർ ഈസ് ദ ലോർഡ്സ് റിട്ടേൺ. മനസ്സിലായോ? കർത്താവിൻ്റെ കലണ്ടറിൽ ക്രൂശ്, ഉയർത്തെഴുന്നേൽപ്പ്, പരിശുദ്ധാത്മാവിൻ്റെ അവരോഹണം, അടുത്തത് കമ്മിങ് ഓഫ് ദ ലോർഡ്. മനസ്സിലായോ? സാൽവേഷൻ ഹിസ്റ്ററിയിൽ അതേ ഉള്ളൂ. നമ്മൾ വേറെ അങ്ങോട്ടും നോക്കിയിരിക്കണ്ട. ചിലർ പറയും അവിടെ ചുമന്ന പശുവിനെ മേടിച്ചോട്ടെ, ചുമന്ന പശുവിനെയോ കറുത്ത പശുവിനെയോ ഒക്കെ മേടിച്ചോട്ടെ, എനിക്കത് വിഷയമല്ല. ദ നെക്സ്റ്റ് തിങ് ഇൻ ദ കലണ്ടർ ഈസ് ദ റിട്ടേൺ. അത് മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായില്ലേ പിന്നെ പറയും. ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയും. അതെന്തുവാട്ടെ, എനിക്കത് വിഷയമല്ലെന്നേ. എനി ജനറേഷൻ, 1-ാം നൂറ്റാണ്ടിൽ ഈ ജെയിംസ് എന്നാ പറയുന്നേ, കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. അന്നേരം ചുമന്ന പശുവിനെ മേടിച്ചെന്നാന്നോ അവർ പറഞ്ഞു? അല്ലല്ലോ. അപ്പോൾ അങ്ങോട്ടാന്നോ നോക്കേണ്ടി? അല്ല. The next thing is the coming of the Lord. So live as though the Lord would return. Perhaps today. മനസ്സിലായോ? കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. It is imminent. Okay? So every generation of Christians lives, or they should live, with the consciousness that the second coming could occur at any time, and that one needs to make decisions and choose values based on that realization. എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് പറയാനുള്ള 2 വർത്താനം പറയട്ടെ. 1-ാം നൂറ്റാണ്ട് മുതൽ ഇത് കേൾക്കുന്നതല്ലേ വരും. അങ്ങനല്ല ജീവിക്കേണ്ടത് ഒരു ദൈവ പൈതൽ. പച്ചയ്ക്കങ്ങ് പറയുക. മനസ്സിലായോ? അതാണ് അതിൻ്റെ അർത്ഥം. ദ കമ്മിങ് ഓഫ് ദ ലോർഡ് ഈസ് അറ്റ് നെക്സ്റ്റ് തിങ്, അടുത്തത്. കാരണം ബാക്കിയെല്ലാം നിവൃത്തിയായി കഴിഞ്ഞു. ഏതാ? നമ്മുടെ സാൽവേഷനോടുള്ള ബന്ധത്തിൽ ഒരു കാര്യമേ ഇനി നിവൃത്തിയാകാനുള്ളൂ. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകുന്നതും മാത്രമേ നിവൃത്തിയാകാനുള്ളൂ. ബാക്കിയെല്ലാം നിവൃത്തിയായി. അതല്ലേ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ വായിക്കുന്നത്? ഒരിക്കൽ പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി. He appeared once to take away sins. Now he appears at the right hand of the Father in heaven. He appeared, he appears, and thirdly, he will appear again. See, എബ്രായ ലേഖനം ഭയങ്കര റിച്ചാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായം സത്യത്തിൽ ആ ഹീബ്രു ക്രിസ്ത്യൻസിന്, അല്ലെ ആ യഹൂദ പശ്ചാത്തലത്തിലുള്ള ദൈവമക്കൾക്ക് എഴുതുമ്പോൾ അവർക്കത് പെട്ടെന്ന് മനസ്സിലാകും. എന്താ അവിടുത്തെ ആശയമെന്നറിയാമോ? ആ ആശയം, the writer implies the Day of Atonement in Leviticus, Leviticus chapter 16, Day of Atonement. ആ ഡേ ഓഫ് അറ്റോൺമെൻറ്റിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയാം? മഹാപുരോഹിതൻ യാഗം കഴിക്കും. തനിക്ക് വേണ്ടിയും കഴിക്കും, ജനത്തിൻ്റെ പാപത്തിനും കഴിക്കും. എന്നിട്ട് ആ യാഗരക്തവുമായിട്ട്, on the basis of the shed blood, he will enter, എവിടോട്ടാണ് കയറുന്നതെന്നറിയാമോ? ഹോളി ഓഫ് ഹോളീസിലേക്ക് കയറും. നിങ്ങളെൻ്റെ ഒപ്പം വരണേ.
അപ്പോൾ ഈ ജനമെല്ലാം എവിടെ നിൽക്കുക? പ്രാകാരത്ത് നിൽക്കുക. അവരുടെ ആകാംക്ഷ എന്താണെന്നറിയാമോ? വിൽ ഹി, വോണ്ട് ഹി, അല്ലേ? വരുമോ വരത്തില്ലയോ? കാരണം ഇദ്ദേഹം തനിക്ക് വേണ്ടിയും കൂടെ യാഗം കഴിച്ചു കയറേണ്ട ആളാണ്. അപ്പോൾ എന്തേലും കുഴപ്പം പറ്റിയെങ്കിൽ അവിടെ വീഴും. അതിനാ ചങ്ങല ഇട്ടിട്ടുണ്ടല്ലേ, വലിച്ചെടുക്കാൻ വേണ്ടി. അപ്പം ജനമെല്ലാം എന്താ, ജനം കാത്തു നിൽക്കുക. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ they were anxiously waiting. Will he, won't he? But ഒരിക്കലായിട്ട് സ്വന്തം യാഗത്താൽ പാപത്തിന് സമ്പൂർണ്ണ പരിഹാരം വരുത്താൻ പ്രത്യക്ഷനായവൻ ഇപ്പോൾ പിതാവിൻ്റെ സന്നിധാനത്തിൽ നമുക്ക് വേണ്ടി പ്രത്യക്ഷനായിരിക്കുന്നു. ഇനിയും പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകുമെന്നുള്ളത് ഇറ്റ് ഈസ് എ സർട്ടൻറ്റി, അത് ഉറപ്പായ കാര്യമാണ്. സോ സിൻസ് ദിസ് ഈസ് എ ഡെഡ് സർട്ടൻറ്റി, James urges his readers to adopt an attitude of, number one, be patient. Be patient. Number two, establish your heart. 1, ദീർഘക്ഷമയോടിരിപ്പീൻ. 2, വേഴ്സ് 8, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ. വേഴ്സ് 9, do not grumble against one another. Look at that. Such a practical, down-to-earth application of the great doctrine of the second coming of the Lord. Do not grumble against one another. ഒരുവൻ്റെ നേരെ ഒരുവൻ, വേഴ്സ് 9 അങ്ങനല്ലേ? നിങ്ങളുടെ പുസ്തകത്തിൽ അങ്ങനല്ലേ? ഒരുവൻ്റെ നേരെ ഒരുവൻ. നമ്മുടെ ചിന്ത എന്നാ? 10 വർഷം കഴിഞ്ഞിട്ട്, അല്ലെ 20 വർഷം കഴിഞ്ഞിട്ട്, അല്ലെ ഇത് 1-ാം നൂറ്റാണ്ട് മുതൽ കേൾക്കാൻ തുടങ്ങിയ ഇതുവരെ വന്നില്ലല്ലോ, ഇപ്പം ഇത് നടക്കട്ടെ. നോ. ഇഫ് യു ആർ ട്രൂലി ബോൺ അഗെയിൻ, ഇഫ് യു ആർ ട്രൂലി വാഷ്ഡ് ഇൻ ദ പ്രഷ്യസ് ബ്ലഡ് ഓഫ് ദ ലാംബ്, വാട്ട് മസ്റ്റ് ബി യുവർ ആറ്റിറ്റ്യൂഡ്? നമ്പർ 1, be patient. We will talk about that, God willing, if the coming of the Lord tarries, next week. Be patient. ദീർഘക്ഷമയോടിരിപ്പീൻ. 2, establish your heart. 3, do not grumble against one another. So, James, in the light of the nearness of the Lord's coming, he urges his readers to avoid 3 temptations. What are the temptations? Number 1, temptation to be impatient. Number 2, a heart which is not firmly established. There is a temptation. And thirdly, temptation to grumble, to settle score, to give as you get. That is a great temptation. അല്ലേ? അത് വലിയ ടെംപ്റ്റേഷനാണ്. പ്രിയപ്പെട്ടവരെ, ജെയിംസ് urges his readers, avoid these 3 temptations. And then he follows up with 3 examples of patience and endurance. 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. 1, നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, അവോയ്ഡ് ബീയിങ് ഇംപേഷ്യൻറ്റ്, ബീയിങ് എന്താ പറയുന്ന ഒരു ചഞ്ചല ഹൃദയം, ആ ടെംപ്റ്റേഷൻ മാറ്റ്. 2, ഒരുവൻ്റെ നേരെ ഒരുവൻ ഞരങ്ങി, ഓവർകം ദാറ്റ് ടെംപ്റ്റേഷൻ. He asked, in the light of the coming of the Lord, in the nearness of the Lord's coming.
And then he talks about 3 examples of patience and endurance. Patience and endurance. How beautifully James, by the inspiration of the Holy Spirit, weaves together the beautiful truth of the Lord's coming and the mundane, down-to-earth, practical Christian life. How beautifully he does that. എത്ര മനോഹരമായിട്ടാണ് യാക്കോബ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രേരണയാൽ കർത്താവിൻ്റെ വരവും നിത്യജീവിതത്തിലെ വളരെ നമുക്ക് റിലേറ്റ് ചെയ്യുവാൻ കഴിയുന്ന പ്രായോഗികമാകുന്ന വിഷയങ്ങളെ കോർത്തിണക്കി ഏറ്റവും വലിയ ഉപദേശത്തെ he brings down to our everyday life. കേട്ടോ, കർത്താവിൻ്റെ വരവെന്നുള്ളത് വലിയ വലിയ സംഭവങ്ങളും റഷ്യൻ ഹെലികോപ്റ്ററിനെയൊക്കെ കുറിച്ചൊക്കെ കേട്ടിങ്ങനെ ഓവർവെൽംഡ് ആയിരിക്കാൻ വേണ്ടിയിട്ടല്ല. ബി റെഡി, ദ കമ്മിങ് ഓഫ് ദ ലോർഡ് ഈസ് അറ്റ് ഹാൻഡ്. അതാ സന്ദേശം. അതായത് കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. ലിവ് ആസ് ദോ the Lord is coming tonight, every moment. This is the practical implication of this passage. നമുക്കൊരുമിച്ച് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം.